കാനഡയിലെ ആൽബർട്ട പ്രവിശ്യയിലുള്ള അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബാൻഫ്. റോക്കി പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിനും സാഹസിക വിനോദങ്ങൾക്കും പേരുകേട്ടതാണ്. ഇന്നത്തെ വിശേഷം ബാൻഫിനെ പറ്റിയാണ്. ഒന്ന് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. കാനഡയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ബാൻഫ് നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. മനോഹരമായ പർവ്വതങ്ങൾ, തടാകങ്ങൾ, വനപ്രദേശങ്ങൾ, ഹിമപാതങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ലേക്ക് ലൂയിസ്, മൊറൈൻ ലേക്ക് എന്നിവ ലോകപ്രസിദ്ധമായ തടാകങ്ങളാണ്. ഇവ കൂടാതെ മനോഹരമായ മറ്റ് രണ്ട് തടാകങ്ങളാണ് പെറ്റോ തടാകം, ബോ തടാകം. തടാകങ്ങളുടെ ടർക്കോയിസ് നിറം സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. ഹിമാനി തടാകങ്ങൾ അവയുടെ തിളക്കമുള്ള നീല പച്ച നിറത്തിന് പേര് കേട്ടതാണ്. ഉണ്ടാകാൻ കാരണം ഉരുകുന്ന ഹിമാനികൾ പാറപ്പൊടി തടാകത്തിൻ്റെ അടിത്തട്ടിൽ അടിയുന്നതിനാലാണ് ഈ നിറം ഉണ്ടാകുന്നത്. മലകയറ്റം, ഹൈക്കിങ്, സ്കീയിങ്, സ്നോ ബോർഡിങ്, കനോയിങ്, ഫിഷിങ് തുടങ്ങിയ നിരവധി വിനോദങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്. ശൈത്യകാലത്ത് സ്കീയിങ്ങിനായി ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നു. ബാൻഫ് നാഷണൽ പാർക്കിൽ കരടികൾ, മാൻ, എൽക്ക്, കുറുക്കൻ തുടങ്ങിയ വന്യജീവികളെ കാണാൻ സാധിക്കും. ബാൻഫ് ദേശീയ ഉദ്യാനത്തിൽ 2 പ്രധാന ഇനം കരടികളെയാണ് കാണാൻ കഴിയുന്നത്. ഈസ്ലി കരടികൾ. ഇവർ വലുതും ശക്തരുമാണ്. സാധാരണയായി തവിട്ട് നിറത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവർ ഒറ്റയ്ക്കാണ് ജീവിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മറ്റൊരിനമാണ് കറുത്ത കരടികൾ അഥവാ ബ്ലാക്ക് ബിയേഴ്സ്. ഇവർ താരതമ്യേന ചെറുതാണ്. കറുത്ത നിറത്തിലാണിവ കാണപ്പെടുന്നത്. പക്ഷേ ചിലപ്പോൾ തവിട്ട് നിറത്തിലോ വെളുത്ത നിറത്തിലോ ഇവരെ കാണാം. കറുത്ത കരടികളെ സാധാരണയായി റോഡിൻ്റെ അടുത്തുള്ള പുൽമേടുകളിലോ കാട്ടിലോ കാണാം. ഇവ അപകടകാരികളാണ്. ഞങ്ങളുടെ ബാൻഫ് യാത്രയിൽ ഒരു തള്ളക്കരടിയെയും 2 കരടി കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞു. കരടികൾക്ക് മനുഷ്യരിൽ നിന്നും ഭക്ഷണം ലഭിക്കുന്നത് അവരെ അപകടരാക്കും എന്ന് അവിടെയെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മറ്റ് ആകർഷകമായ റെസ്റ്റോറൻറ്റുകളും കടകളും ഗാലറികളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ആൽപൈൻ വാസ്തുവിദ്യയിലുള്ള കെട്ടിടങ്ങൾ മനോഹരങ്ങളാണ്. വൈവിധ്യമാർന്ന വിനോദങ്ങൾ, ശാന്തമായ അന്തരീക്ഷം എന്നിവ കാരണം ബാൻഫ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ബാൻഫിലെ റോഡുകൾ. ബാൻഫ് ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നു പോകുന്ന മനോഹരമായ ധാരാളം റോഡുകളുണ്ട്. അവയിൽ ചില പ്രധാന റോഡുകളാണ് ട്രാൻസ് കാനഡ ഹൈവേ. ഇത് ബാൻഫിൻ്റെ പ്രധാന ഹൈവേ ആണ്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. ബാൻഫ് അവന്യൂ ബാൻഫ് ടൗണിൻ്റെ പ്രധാന നിരത്താണ്. ഇവിടുത്തെ കടകളും റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും വളരെ പ്രസിദ്ധമാണ്. ഐസ്ഫീൽഡ്സ് പാർക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡ്രൈവുകളിൽ ഒന്നായാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. ബാൻഫിൽ നിന്ന് ജാസ്പർ ദേശീയ ഉദ്യാനത്തിലേക്ക് പോകുന്ന ഈ റോഡിൽ നിന്നാൽ വർഷം മുഴുവൻ മഞ്ഞു മൂടിയ മലനിരകൾ കാണാം. വേനൽക്കാലത്ത് ഉരുകുന്നതിനേക്കാൾ കൂടുതൽ മഞ്ഞ് ശൈത്യകാലത്ത് അടിഞ്ഞുകൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. കാലക്രമേണ മഞ്ഞ് കട്ടിയാവുകയും സാന്ദ്രമാവുകയും ചെയ്ത് ഹിമപാതമായി മാറുന്നു. തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ്. ബാൻഫിൽ കാണുന്ന പാറകൾ കനേഡിയൻ റോക്കീസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും ഷെയിൽ, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള പാറകളാൽ നിർമ്മിതമാണ്. ഈ പാറകളിൽ ഭൂരിഭാഗവും 600നും 145നും ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. കൊളംബിയ ഐസ്ഫീൽഡ്സ് കനേഡിയൻ റോക്കീസിലെ ഏറ്റവും വലിയ ഹിമപാതമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.